കേരളത്തിലെ യുവ MLA-മാരിൽ ഏറ്റവും ശ്രദ്ധേയൻ. ഒരു MLA എങ്ങനെയായിരിക്കണം എന്നതിന് കേരളത്തിലെ മുതിർന്ന MLA-മാർക്ക് പോലും വേണമെങ്കിൽ പാഠപുസ്തകമാക്കാൻ പോകുന്ന ഒരാൾ. സർക്കാർ ഫണ്ടുകൾ കൊണ്ട് നടപ്പിലാക്കുന്ന പദ്ധതികൾ ധാരാളം പെരിന്തൽമണ്ണയിൽ അദ്ദേഹം നടപ്പിലാക്കിയിട്ടുണ്ട്. അതിനപ്പുറത്ത് ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് സ്വന്തം ഇനീഷ്യേറ്റീവിൽ അദ്ദേഹം നടപ്പാക്കിയ ക്രിയ പോലെയുള്ള പദ്ധതികൾ, വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകളൊക്കെ കേരളം അഭിമാനത്തോടെയും തെല്ല് അസൂയയോടെയുമാണ് നോക്കി കണ്ടിട്ടുള്ളത്. ഓർമ്മകളിൽ നമ്മൾ പെരിന്തൽമണ്ണ അങ്ങാടിയിലൂടെ രാത്രി തൻ്റെ കുടുംബം പോറ്റാൻ, തൻ്റെ മാതാവിനെ പോറ്റാൻ ചായ വിട്ട് നടന്ന ഹുസൈൻ എന്ന് പറയുന്നൊരു കുട്ടിയുടെ വീഡിയോ നമുക്കെല്ലാം ഓർമ്മയുണ്ടാവും. നമ്മളൊക്കെ കണ്ട് ഒരു സെക്കൻഡ് ഒന്ന് സഹതപിച്ച് സ്ക്രോൾ ചെയ്ത് കളഞ്ഞ ആ വീഡിയോയിലെ ഹുസൈൻ ഇന്ന് അവിടെ ഒരു സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. അവനിപ്പോൾ ജോലിക്ക് പോകുന്നില്ല, അവൻ പോകുന്നത് പഠിക്കാനാണ്. അവന് താമസിക്കാനൊരു വീടുണ്ട്. അവൻ നജീബ് കാന്തപുരം MLA-യുടെ അയൽവാസി കൂടിയാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് ആ സന്തോഷിക്കുന്ന പൊട്ടിച്ചിരിക്കുന്ന ഹുസൈനെ ഞാൻ നേരിട്ട് കണ്ടത്. ഹുസൈൻ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടില്ല, പക്ഷേ ഹുസൈൻ്റെ സങ്കടം കേട്ടപ്പോൾ നജീബ് അവിടെ ഓടിയെത്തി എന്നതാണ്. അതാണ് നജീബ് കാന്തപുരം എന്ന മനുഷ്യൻ്റെ ക്വാളിറ്റി. കേരളം ജയിക്കും, UDF നയിക്കും.